ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കൃഷ്ണപ്രിയ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു അലോവേറ ഫേഷ്യൽ ചെയ്ത് കാണിക്കാനാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയി നല്ല ഹെൽത്തി സ്കിന്ന് കിട്ടാനാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഇതേപോലെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള അലോവേറയുടെ ജെല്ലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യണം, പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം, പിന്നെ നമ്മളൊരു പാക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ക്ലെൻസർ റെഡിയാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ക്ലെൻസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അലോവേറ ജെല്ല് എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഇതിലൊരു മഞ്ഞ കളർ ഒരു കറ പോലൊരു സാധനം വരും. അത് ഞാനിങ്ങനെ കുറേ നേരം ചുമരിൽ ചാരി വെച്ചിട്ട് ഇതൊക്കെ പോയതാണ്. ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇനി രണ്ട് ഭാഗത്തുള്ള മുള്ള് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് നടുകയൊന്ന് മുറിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ അലോവേറ ജെല്ല് എടുത്തിട്ട് മിക്സിയിലൊന്ന് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നടുവേ പിളർന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ടിങ്ങനെ കുരുകുരാന്ന് ഒന്ന് വെട്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഈ ജെല്ല് ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒപ്പം ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. നമുക്കൊക്കെ അറിയാം മിൽക്ക് നല്ല രീതിയിൽ നമ്മളെ ഫേസൊക്കെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. സോ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ നന്നായിട്ട് നമുക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 2 കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇതുപോലെ കണ്ണിൻ്റെ ചുറ്റും സർക്കുലർ മോഷനിലൊക്കെ മസാജ് ചെയ്യാം. ഈ ഐബോളിൻ്റെ മുകളിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ താഴേന്ന് മുകളിലേക്ക് വേണം എപ്പോഴും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴോട്ടല്ല, താഴേന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ. നമ്മളൊരു അറ്റ്ലീസ്റ്റ് 1 മിനിറ്റെങ്കിലും നമ്മൾ കുറഞ്ഞത് മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ സ്കിന്നിന് എന്താ പറയുക നല്ലപോലെ ക്ലെൻസ് ആവുകയും ചെയ്യും. അതേ സമയത്ത് നല്ലൊരു മസാജും കിട്ടും. നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. ഇനി ഇതുപോലെ എന്തെങ്കിലും കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഒരു തുണിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടച്ച് മാറ്റാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അലോവേറ ഇതേപോലെ നടുകെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ ഷുഗറുമാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കോഫി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ ഈ ഒരു അലോവേറയുടെ പീസസിലേക്ക് ഇത് പുരട്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും അലോവേറ തനിയെ നിങ്ങൾക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം. അപ്പം ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സിലടുത്തും ഒക്കെ നമ്മുടെ ഹൈലി പിഗ്മെൻറ്റഡ് ഏരിയാസിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചൊന്ന് സ്ക്രബ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ബാക്കി സ്ക്രബ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാലും നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന പോലെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ നന്നായിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യണം. മിനിമം 1 മിനിറ്റെങ്കിലും നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാനൊരു 1 മിനിറ്റ് കൂടുതൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു കോട്ടൺ പാഡ് വെള്ളത്തിൽ മുക്കിയിട്ട് നനഞ്ഞ കോട്ടൺ പാഡിൽ തുടക്കിയില്ലെങ്കിൽ അത് പോവില്ല. കോഫിയൊക്കെ ഇങ്ങനെ മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ തുടച്ചിട്ടും എനിക്ക് ശരിക്കും സാറ്റിസ്ഫൈഡ് ആയില്ല. അതുകൊണ്ട് ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് വന്നത്. ഒന്നും യൂസ് ചെയ്തില്ല, ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ട് വെറും വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അലോവേറ ജെല്ലിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു മിക്സ് ഉണ്ട്. അതിനകത്ത് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും പിന്നെ കടലപ്പൊടിയും
കുറച്ച് കസ്തൂരി മഞ്ഞളുമുണ്ട്. ഇതെല്ലാം കൂടാണ് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാനത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ വെള്ളമാണെങ്കിലും പാലാണെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നതിൻ്റെ അളവിന് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഫേസ് പാക്ക്, അടിപൊളി ഒരു ഗ്ലോ കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്നൊക്കെ മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്പം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് നേരം ഉണങ്ങി വലിഞ്ഞ് മുറുകി പിടിക്കേണ്ട. ചെറുതായിട്ടൊരു എലാസ്റ്റിക് ഫീൽ വരുമ്പോഴത്തേനും നമുക്ക് വാഷ് ചെയ്യാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്തെ പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഫേഡാവും. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളുടെ പിമ്പിൾസും മാർക്സും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് മാറി കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കിയാണ്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു എഫക്റ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.